ഞാൻ ഇന്ന് നമ്മുടെ മലയാളം ചാനലിൽ കണ്ട 3 കാഴ്ചകളാണ്. ഇത് നിങ്ങൾ കൂടി കാണണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഒന്ന് കണ്ടു നോക്കണേ. കേരളത്തിൽ മഴക്കെടുതികൾ വളരെ മോശമായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ ന്യൂസുകളൊക്കെ ഓരോ ചാനൽ വഴി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ട 3 കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ആദ്യത്തെ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ആ വണ്ടി കിടക്കുന്നതിന്റെ അവിടുത്തെ അവസ്ഥ ഓഫായി, അതാണ് പ്രശ്നം. വണ്ടി ഓഫായില്ലേ? അതല്ലേ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ പോവല്ലേ എന്ന് പറഞ്ഞില്ലേ? ഇത്രയും വെള്ളം കയറി കിടക്കുന്ന ഈ സ്ഥലത്തൂടെ ഈ വണ്ടിക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ നിന്നവരെല്ലാം പറഞ്ഞ പോകരുത് എന്ന് പറഞ്ഞ താണ്ടെ അവസാനം ഒത്ത നടുക്ക് വന്ന് വണ്ടി ഓഫായി. അതിൽ പോയവരെല്ലാം നനയുകയും ചെയ്തു. ആണ്ടെ കഴുത്തറ്റം വരെ വെള്ളമാണ്. അതിനി കെട്ടിവലിക്കേണ്ട ഒരു അവസ്ഥയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ അതിസാഹസികത കാണിച്ച പറ്റിയ പ്രശ്നമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക്. വണ്ടി മുഴുവൻ മുങ്ങി കേട്ടോ. ആദ്യത്തെ കാഴ്ച കണ്ടല്ലോ. ഇതിൽ നിന്നുള്ള ഗുണപാഠം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, നമ്മൾ ഇപ്പോൾ മഴക്കെടുതികളുടെ അവസ്ഥയിലൂടെ പലരും പല വഴിക്ക് പല കാര്യങ്ങൾക്കായി സഞ്ചരിക്കുന്നുണ്ടായിരിക്കും. പലരും പല സ്ഥലത്തും സ്റ്റക്ക് ആയിട്ടുണ്ടായിരിക്കും. റോഡുകൾ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ വാർത്തയിൽ കണ്ട പോലെ ആൾക്കാർ, അവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ആ റോഡിൽ എത്ര വെള്ളം കയറും, ആ റോഡിലൂടെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അവർ പോകരുത് എന്ന് നമ്മളെ വാൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഒരിക്കലും അതിനെ പുച്ഛിച്ച് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വലിപ്പം കൊണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് ഞാൻ ഇത് കൂടെയൊക്കെ പോകും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം കൊണ്ട്. കാരണം ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിത് കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നത്. 2018 തോന്നുന്നു. ഞാൻ അന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയമാണ് നെന്മാറയിൽ. ഞാൻ നെന്മാറയിൽ നിന്ന് കൊടുവായൂർക്ക് ഒരു ബാങ്കിന്റെ ആവശ്യത്തിന് എമർജൻസി ആയിട്ട് പോയതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ റോഡ് കംപ്ലീറ്റ് ഒരു പാലമാണ്. അതിന്റെ താഴെ കൂടെ ഒരു ചെറിയ അരുവി പോലെ ആറ് പോലെ ഒഴുകുന്നുണ്ട്. അത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആ പാലത്തിനെ കടന്ന് പാലം മുഴുവൻ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ എന്നോട് 100 തവണ പറഞ്ഞു, ഡോക്ടർ അത് കൂടെ പോകണ്ട, വെയിറ്റ് ചെയ്യ്, ഇത് കൂടെ പോകാൻ പറ്റില്ല എന്ന്. ഞാൻ എന്തോ ഒരു കോൺഫിഡൻസിൽ കാർ അത് കൂടെ എടുത്തു. പക്ഷെ എനിക്ക് പകുതി ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി കാർ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ, നമുക്ക് കാറിൽ ഒരു കൺട്രോൾ കിട്ടാത്ത പോലെ തോന്നും. നമുക്ക് എത്ര തന്നെ ഡ്രൈവിംഗ് സ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും, നമ്മുടെ വണ്ടി എത്ര തന്നെ ഹൈറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞാലും, നമുക്ക് എഞ്ചിൻ ഓഫായി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ എഞ്ചിൻ ഓഫ് ആവാതെ എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. എങ്ങനെയോ അത് എത്തിക്കാൻ പറ്റി. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്നുള്ളത്. നമ്മുടെ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട ഒരു സന്ദർഭമല്ല ഈ പറയുന്ന പോലെയുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതപ്പേത്തും. എവിടെയാ ഇങ്ങോട്ട് വെള്ളം കാണാൻ വേണ്ടിട്ട് വന്നോ? വീട്ടിലിരുന്നൂടെ? കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണോ? അല്ല, ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെയാന്നുള്ളതെന്ന് അറിയണമല്ലോ. കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതല്ലേ നല്ലത്? കൂടുതൽ ആളുകൾ വരാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാനും കാണാനും വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടി ഇവിടേക്ക് വരുന്നൊരു കാഴ്ച കൂടിയുണ്ട്. ഏറ്റവും വേദനകരമായ കാര്യം, രാവിലെ ഉരുൾപൊട്ടലിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇത് തന്നെയാണ് ഏറ്റവും ദുരിതപൂർവ്വം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ഥലം. ഇവിടെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നൊന്നുമില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണിത്. എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, എവിടെയെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പിടിച്ച് പോവുക, അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റ് വരാം. ഇത് ഒരാളൊന്നുമല്ല, അതിപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എത്രയോ പേര് ഇത് കാണാനും എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊന്നും കണ്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ല ഇതൊന്നും. നിങ്ങൾ സേഫ് അല്ല. അപ്പോൾ അവിടെയുള്ള ആളുകളെ രക്ഷിക്കാനും വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനും ഒക്കെയാണ് അവിടുത്തെ ആളുകൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ പണി കൊടുക്കലാണ് ഇങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരും കൂടി വന്ന് അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവനവന്റെ വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാനും കാഴ്ചകൾ കാണാനുമായിട്ട് ഇറങ്ങരുത്. അത് ഒരു കാരണവശാലും. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ സേഫ്റ്റി കൂടി മാത്രമല്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്. അവിടെയുള്ള ആളുകൾക്ക് എക്സ്ട്രാ പണി കൊടുക്കുകയാണ്. അവർ ഓൾറെഡി തന്നെ ആളുകളെ രക്ഷിക്കുന്നതിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇല്ലാത്ത പണി കൂടി കൊടുക്കുന്നതാണ് ഈ തരത്തിലുള്ള നമ്മുടെ ചെയ്തികൾ. അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ. മലപ്പുറം കൊണ്ടോട്ടിയിൽ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരനും വണ്ടൂരിൽ 2 വയസ്സുകാരനും മരിച്ചു. കോട്ടയം വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് 11-കാരന് ദാരുണാന്ത്യം. നോക്കൂ, കുട്ടികൾ ഇപ്പോൾ പല കുട്ടികളും ഇങ്ങനെ തോടുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ അരുവികളിലൊക്കെ കളിക്കാൻ പോവും, കുളിക്കാൻ പോവും. അപ്പോൾ അവർ പുറത്ത്
പല കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകും. അപ്പോൾ നമുക്കറിയില്ല പല സ്ഥലങ്ങളിലും ഈ മലകളിലൊക്കെ വെള്ളം നല്ലപോലെ മഴ പെയ്യുമ്പോഴാണ് പല അരുവികളിലും ആറുകളിലും ഒക്കെ വെള്ളം പെട്ടെന്നാണ് കുത്തിയൊലിച്ച് എത്തുന്നത്. അപ്പോൾ സേഫ് ആണെന്ന് കരുതിയ സ്ഥലം എത്ര വേഗമാണ് അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് അൺസേഫ് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ നാട്ടിലധികം മഴ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പമില്ല എന്ന് വെച്ചിട്ടോ എവിടെയും കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ കളിക്കാൻ വിടരുത്, തനിയെ കളിക്കാൻ വിടരുത്. ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ ആണ്. വളരെ വിജിലന്റ് ആയിട്ടിരിക്കുക. കുട്ടികളെ ദയവ് ചെയ്തിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ ഓരോന്ന് കാണുമ്പോൾ മനസ്സിനൊരു വെപ്രാളവും ബേജാറൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കൂ. വേണ്ട കാര്യങ്ങൾ, ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ, അവർ തരുന്ന വാർണിംഗ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക, ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാതിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കുക. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ. എത്രയും വേഗം തന്നെ നമുക്ക് നമ്മുടെ നാട് നോർമൽ ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് തന്നെ നോർമൽ ആവട്ടെ. ബൈ.